ലൈവ് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ കടന്ന് ഉറങ്ങേണ്ടി വരുന്ന ഒരു പുകഞ്ഞ കൊള്ളി എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇത്രയും നേരവും ലൈവിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ നോമിനേഷൻസ് ആയിരുന്നു. 4 പേരെ വീതം പറയണമായിരുന്നു. വന്നു കയറി 2ാം ദിവസം തന്നെ മുഖത്ത് നോക്കി പറയാൻ എല്ലാവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും മറ്റേ ആ ഒരു ഇന്നർവെയർ കേസും അങ്ങനെ പല പല കേസുകളുണ്ടല്ലോ ഇവർക്ക്. ആ കേസുകളൊക്കെ പറഞ്ഞ് എല്ലാവരും 4 പേരെ പറഞ്ഞൊപ്പിച്ചു. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് ഷാനവാസ് ആണ്. 10 വോട്ടുകളാണ് ഷാനവാസിന് ലഭിച്ചത്. 9 വോട്ടുകളാണ് ഷൈത്യക്ക് ലഭിച്ചത്. ഞാൻ പറഞ്ഞ ടാസ്കിന്റെ കാര്യമാണ്. ജിസേലിന് ലഭിച്ചത് 8 വോട്ടുകളാണ്. 7 വോട്ടുകൾ തുല്യമായിട്ട് നേടിയത് റെന, ഫാത്തിമ, പിന്നെ RJ ബിൻസി എന്നിവരാണ്. റെനയെ സേവ് ആക്കി എല്ലാവരും കൂടി ബിൻസിയെ സെലക്ട് ചെയ്തു. അപ്പൊ ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് രാത്രി ഗാർഡൻ ഏരിയയിൽ കിടന്നുറങ്ങേണ്ടത് ഷാനവാസ്, ഷൈത്യ, ജിസേൽ, ബെൻസി എന്നിവരാണ്. ഇവരുടെ ബെഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്ന് അറിയത്തില്ല. അതിനെപ്പറ്റി ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല. കൂടുതൽ അറിയിപ്പുകൾ വഴിയെ നൽകാമെന്നാണ് പറഞ്ഞത്. മിക്കവാറും ഒരൊറ്റ ബെഡേ കാണത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ടാസ്കിന് ഒരു രസം വരത്തുള്ളൂ. എല്ലാവർക്കും ഓരോരോ ബെഡ് വീതമാണെങ്കിൽ പിന്നെ ഈസി ആയിട്ട് ടാസ്കും കഴിഞ്ഞങ്ങ് പോകുമല്ലോ. ആരും ഉറങ്ങത്തുമില്ല, അതും കഴിഞ്ഞങ്ങ് പോവും. അങ്ങനെ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.